ഹലോ, വെൽക്കം ടു ഷാഹിനാസ് വ്ലോഗ്. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് കസക്കിസ്ഥാനിലെ. ഇന്നലെ നിങ്ങളെ വീഡിയോയിലൊക്കെ കണ്ടു കാണാം. നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് വന്ന് റൂമിൽ ഫ്ലാറ്റായി, അതുപോലെ ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിലാണ് പോകാൻ പോകുന്നത്. ഒന്ന് ഷിംബുലാക്ക് സ്കീ റിസോർട്ടിലും ഒന്ന് അർബാത്ത് സ്ട്രീറ്റിലും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത് ഇന്ന് നമുക്ക് സ്നോ കാണാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ്. പിന്നെ അതുപോലെ ഇവിടെ സമ്മർ ടൈമാണ്, അപ്പം ആ ഒരു പേടിയുണ്ട് അവിടെ ചെല്ലുമ്പോൾ സ്നോ കാണുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം സമ്മർ ടൈമിൽ എല്ലാവരും പറയുന്നത് വളരെ ചാൻസസ് കുറവാണെന്നാണ്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോകുവാണ്. താഴത്ത് നമുക്ക് ഹോട്ടലിൻ്റെ തന്നെ ഇൻക്ലൂഡഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒരു എല്ലാവരും, അതായത് ഈ 12 പേര് ഒരുങ്ങി വന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ നേരെ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിലോട്ട് പോകും. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം താഴത്തോട്ട്. അപ്പോൾ നമ്മൾ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിട്ട് നമുക്ക് 2 ടിക്കറ്റ് എടുക്കണം. ഒരാളിത് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് വേണോ, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഓർത്തത് ഫ്രീ ആണെന്ന്, പിന്നെയാണ് നമുക്കിത് പേയ്മെൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടുന്ന് പതിയെ സ്കിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. നമുക്ക് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നിരിക്കുന്നത് 6000 ടെങ്കയാണ് ഒരാൾക്ക്. നമ്മൾ 2 പേരുണ്ട്, 12000 ടെങ്ക നമ്മൾ പേ ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരു ഫാൻഡ മേടിച്ച് ഇവിടെ ഒരു കഫേന്ന് 800 ടെങ്കയായി നമുക്കൊരു ഫാൻഡക്ക്. അപ്പം ഞാനാണെങ്കിൽ 200ൻ്റെ കോയിൻസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുവാണ്. ആദ്യമായിട്ടാണല്ലോ ഈ 200ൻ്റെ കോയിനൊക്കെ നമ്മൾ കാണുന്നത്. ഇനിയാണ് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കേബിൾ കാറിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ ക്യൂവിൽ നടക്കുവാണ്. അവിടെ ചെന്നപ്പോഴാണ് നമ്മളൊരു കാര്യം കണ്ടത്. ഈ കേബിൾ കാറ് സ്റ്റോപ്പ് ആകത്തില്ല, ഇത് മൂവ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. കയറാനായിട്ട് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി മൂവ് ആയിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾ കയറുമ്പോഴേ ഞാൻ കാണാം, ചെറുതായിട്ട് ഞാൻ വീഴാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കറക്റ്റ് ഉള്ളത് ലോക പ്രശസ്തമായ മെദൈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്കേറ്റിംഗ് റിങ്കിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ഷിംബുലാക്ക് സ്കീ റിസോർട്ടിലോട്ട് പോകുന്നത്. നാലര കിലോമീറ്റർ ദൂരവും ഏകദേശം 15 മിനിറ്റ് യാത്രയുമാണ് ഈ കേബിൾ കാറിൽ നമുക്കുള്ളത്.
അടുത്തത് നെക്സ്റ്റ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഇപ്പൊ 2 സ്റ്റേഷൻ നമ്മൾ ഫുള്ളി കവർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടുന്ന് നമ്മൾ നേരെ മുകളിലോട്ട്. അപ്പുറത്ത് ഓപ്പൺ ആയിട്ടുള്ളതുണ്ട്. പക്ഷെ അവിടെ നമ്മൾക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു സ്റ്റേഷൻ മാത്രമേ അവർ പോകുന്നുള്ളൂ. ഭയങ്കര ഫാസ്റ്റിലാണ് പോണത്. നോക്കിക്കേ. മൊത്തം 3 സ്റ്റേഷനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് 3200 മീറ്റർ ഉയരത്തിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനിലെത്തും. നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ടൊരു കാര്യം കാണാൻ പോവാ. ഇങ്ങോട്ട് വരൂ. നോക്ക്. തടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെവിയിലൊക്കെ വെക്കാം. ഇവിടുന്ന് നേരെ ഇവിടെ ഒരു താഴ്വാരം പോലത്തെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാ.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. നമ്മളൊരു സ്പെഷ്യൽ സാധനം ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹോഴ്സ് മീറ്റ്, അതായത് നമ്മുടെ കുതിര ഇറച്ചി. അജു ഇവിടെ ചിക്കനും ഒരു റൈസും മേടിച്ച് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകുവാണ്. ഞാൻ നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ പ്രാവശ്യം ഒരു സ്ഥലത്തും കൂടെ എക്സ്ട്രാ പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന 28 പാൻഫ്ലോ ഗോട്ട്സ്മാൻ പാർക്ക്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ കാണാനുണ്ട്. ഒന്ന് അസെൻഷൻ കത്തീഡ്രലും 2 മെമ്മോറിയൽ ഓഫ് ഗ്ലോറിയും. ഇതാണ് അസെൻഷൻ കത്തീഡ്രൽ, അതായത് സെൻകോ കത്തീഡ്രൽ. 1907 നിർമ്മിച്ച ഈ റഷ്യൻ ഓർത്തഡോക്സ് ദേവാലയം മുഴുവനായിട്ടും മരം ഉപയോഗിച്ചിട്ടാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. അമ്പത്തിയാറ് മീറ്റർ ഉയരത്തിലാണ് ഈ കത്തീഡ്രൽ നിൽക്കുന്നത്. കൂടാതെ വലിയ ഭൂചലനം അതിജീവിച്ച അപൂർവ ചരിത്രവും നമ്മുടെ ഈ കത്തീഡ്രലിനുണ്ട്. നമ്മളിപ്പോൾ ഉള്ള പാൻഫ്ലോ പാർക്കിലെ 2ാമത്തെ സ്ഥലമാണ് മെമ്മറി ഓഫ് ഗ്ലോറി. 2ാം ലോക മഹായുദ്ധത്തിൽ കസഖിസ്ഥാനു വേണ്ടി പോരാടിയ ധീര ജവാന്മാർക്ക് വേണ്ടി അവർ നിർമ്മിച്ച ഒരു സ്മാരകമാണ് മെമ്മറി ഓഫ് ഗ്ലോറി. വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഈ എറ്റേണൽ ഫ്ലെയിം കത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, അർബാദ് സ്ട്രീറ്റ്.
സ്ട്രീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഇത് പെഡസ്ട്രിയൻ ഓൺലി സോൺ സ്ട്രീറ്റ് ആണ്. അതായത് ഇവിടെ വാഹനങ്ങൾക്കൊന്നും കയറാൻ പറ്റത്തില്ല. ഇവിടെ ചെന്നാൽ ഒരു മോഡേൺ ടച്ചും അതുപോലെ തന്നെ കസഖിസ്ഥാനിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അർബാസ് സ്ട്രീറ്റിലെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകുവാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.